ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോകാതെ പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ. വ്യാസഭഗവാൻ രചിച്ച മഹാഭാരതത്തിലെ 6ാം പർവ്വമായ ഭീഷ്മപർവ്വത്തിലെ ഉപപർവമായ ഗീതാപർവ്വത്തിലെ 11ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിൽ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ദൈവത്തിൻ്റെ മുഖം. ഈ മുഖം കണി കണ്ടുകൊണ്ടാകട്ടെ ഇത്തവണത്തെ വിഷുപ്പുലരി. ഇവിടെ കാണാൻ പോകുന്ന കാഴ്ച വെറുമൊരു ചിത്രകാരൻ്റെ ഭാവനയായി കാണാതെ അകക്കണ്ണുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് ദർശിച്ചറിയാൻ എത്ര പേർക്ക് കഴിയുന്നുവോ അവരുടെ ജീവിതം ധന്യം, മുജ്ജന്മ സുകൃതം എന്നൊക്കെ പറയാനുള്ളൂ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായി ഗാന്ധീവം ഉയർത്തിപ്പിടിച്ചു വന്ന അർജുനൻ സ്വജനങ്ങളെ കണ്ട് ശോകാകുലചിത്തനായി അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന സന്ദർഭമുണ്ട് മഹാഭാരതത്തിൽ. യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായ ശ്രീകൃഷ്ണൻ ഗീതോപദേശത്തിലൂടെ അർജുനൻ്റെ വിഷാദവും അജ്ഞതയും നീക്കി ധൈര്യവാനാക്കി മാറ്റുന്നുമുണ്ട്. ഭഗവത്ഗീതയുടെ മഹാത്മ്യം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തത്വം തിരിച്ചറിഞ്ഞ അർജുനൻ ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അർജുനൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ അത് നിറവേറ്റി കൊടുക്കുന്നുമുണ്ട്. നീ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം കാണുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെ അർജുനൻ നാം ഓരോരുത്തരുമാണ്. ഈ കാഴ്ച ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കുമാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ എല്ലാം ആത്മസാക്ഷാത്കാരത്തിനായിട്ട് തുറന്നു തരുന്ന വാതിലാണിത് യഥാർത്ഥത്തിൽ. സാധാരണ നേത്രം കൊണ്ട് കാണാൻ അസാധ്യമായതിനാൽ ഭഗവാൻ അർജുനന് ദിവ്യദൃഷ്ടിയെ നൽകിക്കൊണ്ടാണ് ഈ കാഴ്ച സാധ്യമാക്കിയത്. അനേകം മുഖവും വായും കണ്ണും കയ്യും കാലും ആഭരണങ്ങളും പ്രഹരണക്ഷമമായ ആയുധങ്ങളും നാനാവിധ മാലകളും വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളും ചേർന്ന് ആശ്ചര്യം തുളുമ്പുന്നവരുമായ ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ ആദ്യം അർജുനൻ കണ്ടു. അനേകം കൈകളും കാലുകളും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന 4 ഭൂതങ്ങളുടെ സൃഷ്ടിയും അവയുടെ കർമ്മങ്ങളുമാണ് നാം കാണേണ്ടത്. 4 ഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഉദ്ദിജം, ശ്വേതജം, അണ്ഡജം, ജരായുജം. ഇതിൽ ഉദ്ദിജം എന്നാൽ ഭൂമിയിൽ തനിയെ മുളച്ചുണ്ടാകുന്നതും, ശ്വേതജം എന്നാൽ വിയർപ്പിൽ നിന്നുണ്ടാകുന്നതും, അണ്ഡജം എന്നാൽ മുട്ട പൊട്ടിയുണ്ടാകുന്നതും, ജരായുജം എന്നാൽ പ്രസവിച്ചുണ്ടാകുന്നതും. ഈ 4 ഭൂതങ്ങളുടെ സൃഷ്ടികർമ്മം അർജുനന് കാണാനായി. ഭഗവാന്റെ കൈകളിലെ ആയുധങ്ങളെ കണ്ടപ്പോൾ നീതി നടപ്പിലാക്കുവാനും ജനങ്ങളുടെ സംരക്ഷണത്തിനും നടത്തുന്ന കർമ്മങ്ങളെയാണ് അർജുനൻ കണ്ടത്. സകല പ്രാണികളുടെ നിയന്താവും താമരയിൽ ഇരിക്കുന്നവനും ചതുർമുഖനുമായ ബ്രഹ്മാവിനെയും സനകാദികളായ ഋഷികളെയും ആദിശേഷനെയും വാസുകി മുതലായ സർപ്പങ്ങളെയും എല്ലാ ദേവന്മാരെയും വിഭിന്നങ്ങളായ സകല പ്രാണികളെയും അർജുനൻ അവിടെ ദർശിച്ചു. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങി സകല ഗോളങ്ങളെയും ഒരു കൂട്ടമായി അർജുനൻ ആ ശരീരത്തിൽ ദർശിക്കുകയുണ്ടായി. വിശ്വരൂപം സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയുടെ സമഗ്ര രൂപമാണ്. സൃഷ്ടി രൂപത്തിലെ കാഴ്ചകളാണ് നാം കണ്ടത്. ഇത് പ്രപഞ്ചത്തിന്റെ അനന്തമായ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. ഇതിനാദിയോ മധ്യമോ അന്ത്യമോ ഇല്ല. പലതായി കാണപ്പെടുന്ന ലോകങ്ങളെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ ഒന്നായിട്ടാണ് അർജുനൻ കണ്ടത്. പ്രകൃതി ശക്തികളെയും ദേവഗണങ്ങളെയും മനുഷ്യരെയും മറ്റു ജീവികളെയും ഒന്നിച്ച് ആ രൂപത്തിൽ അർജുനന് ദർശിക്കാൻ സാധിച്ചു. സൃഷ്ടിയിലെ ഓരോ ചലനവും ഈശ്വര നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. നാം അതിന് ഒരു നിമിത്തമാകുന്നു എന്ന് മാത്രം. ഭഗവാന്റെ സ്ഥിതിഭാവം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ദേവഗണങ്ങളായ വസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ തുടങ്ങിയവർ ഭഗവാന്റെ ശരീരത്തിൽ സുരക്ഷിതരായി നിലകൊള്ളുന്നത് അർജുനന് കാണാൻ സാധിച്ചു. പ്രപഞ്ചത്തിന്റെ ഈ ഭീമാകാരമായ സ്ഥിതി കണ്ട് സകല ലോകങ്ങളും വിറയ്ക്കുന്നതായും സിദ്ധന്മാരും മഹർഷിമാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അതിൽ ലയിച്ചു നിൽക്കുന്നതായും അർജുനൻ കണ്ടു. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചുയർന്നാലുള്ള പ്രകാശം ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്നതായും ആ തേജസ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായും നിലനിർത്തുന്നതായും അർജുനന് തോന്നി. ഈ കാഴ്ചയിൽ നിന്നും പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് വേറിട്ട ഒന്നല്ല എന്നും ഒരു മാലയിലെ നൂലിൽ കോർത്തിട്ടുള്ള മുത്തുകൾ പോലെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഭഗവാനിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രപഞ്ചം ഭഗവാന്റെ ഇച്ഛാശക്തിയാൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ഇതുകൂടാതെ തൻ്റെ കണ്ണിന് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കൂടി അർജുനൻ കണ്ടു. എന്താണെന്നോ? ഭഗവാന്റെ സംഹാര രൂപം. അഗ്നി വമിക്കുന്ന ഭഗവാന്റെ വായിൽ ധൃതരാഷ്ട്രൻ്റെ സകല പുത്രന്മാരും മറ്റു രാജാക്കന്മാരും ഭീഷ്മർ,
ദ്രോണർ, സൂതപുത്രനായ കർണൻ എന്നിവരും പാണ്ഡവപക്ഷത്തിലുള്ള ദൃഷ്ടിദ്യുമ്നൻ തുടങ്ങിയവരും ദംഷ്ട്രകൾ കൊണ്ട് വികൃതങ്ങളും ഭയങ്കരങ്ങളുമായ ഭഗവാന്റെ വായിലേക്ക് കടന്നു പോകുന്നു. അവരിൽ ചിലർ ഭഗവാന്റെ പല്ലുകൾക്കിടയിൽ ഭക്ഷിക്കപ്പെടുന്ന മാംസകഷ്ണം പോലെ കോർത്തു ചേർന്നിരിക്കുന്നു. ചിലരുടെ തലകൾ പൊടിഞ്ഞു നുറുങ്ങുന്നു. പല നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെയും പ്രാണികൾ വിളക്കിലേക്ക് അഗ്നിയിലേക്ക് പാഞ്ഞു വീഴുന്നത് പോലെയും ലോകത്തിലെ സകല ജീവജാലങ്ങളും ഭഗവാന്റെ പ്രജ്വലിക്കുന്ന വായുകളിലേക്ക് ലയിച്ചു ചേരുന്നു. ഒരേ സമയം ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതായിരുന്നു ഭഗവാന്റെ വിശ്വരൂപം. പ്രപഞ്ചം മുഴുവൻ ആ സംഹാരഭാവം കണ്ട് വിറയ്ക്കുന്നതായി അർജുനൻ ഭയപ്പാടോടെ പറയുന്നു. ചുരുക്കത്തിൽ ഈ സംഹാരഭാവം എന്നത് ജനനത്തിന് ശേഷം മരണവും സൃഷ്ടിക്ക് ശേഷം സംഹാരവും അനിവാര്യമാണെന്ന പ്രപഞ്ച സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് ദുഷ്ടരെ നിഗ്രഹിക്കാനും ലോകത്തെ ശുദ്ധീകരിക്കാനുമുള്ള ഭഗവാന്റെ രൗദ്രഭാവമായിരുന്നു. മുൻപ് ആരും കണ്ടിട്ടില്ലാത്ത വിശ്വരൂപത്തെ ദർശിച്ച് അർജുനനും ഭയപ്പെട്ട് സൗമ്യമായ രൂപം കാണിക്കാൻ തൊഴുകയോടെ അപേക്ഷിക്കുകയും അദ്ദേഹം ആ രൂപത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. എന്നിട്ട് പ്രകാരം പറഞ്ഞു: എടോ അർജുന, നിന്റെ ഭക്തി വൈഭവത്താൽ മാത്രമാണ് ഈ രൂപം നിനക്ക് കാണാനായത്. നിനക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. ധൃതരാഷ്ട്രസഭയിൽ വച്ചും കുഞ്ഞായിരിക്കുമ്പോൾ യശോദാദേവിക്കും കാണിച്ചു കൊടുത്തത് അവാന്തര രൂപം മാത്രമായിരുന്നു, ഉത്തമ രൂപമായിരുന്നില്ല. ഏതൊരുവൻ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനും എന്നെ പരമമായ ആശ്രയമായി കരുതുന്നവനും ഭക്തനും ഒന്നിനോടും മമതാബന്ധമില്ലാത്തവനും സർവ്വജീവികളിലും ദ്വേഷബുദ്ധിയില്ലാത്തവനും ആയിരിക്കുന്നുവോ അവൻ എന്നെ പ്രാപിക്കുന്നു. ഈ ഒരു മഹത്തായ തത്വം ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ പൂർവ്വരൂപത്തെ പ്രാപിച്ചു. പ്രപഞ്ചത്തിലെ സകലതും ഒന്നിൽ നിന്ന് വരുന്നു, ഒന്നിൽ നിലനിൽക്കുന്നു, ഒടുവിൽ അതിലേക്ക് തന്നെ ലയിക്കുന്നു എന്ന് സാരം. ഈ വീഡിയോ കണ്ട എത്ര അർജുനന്മാർക്ക് ഭഗവാന്റെ ദർശനം സാധ്യമായി? ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഇന്നത്തെ ഈ വിഷുക്കണി വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.